പോലീസിന് അതിരൂക്ഷമായ വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ തിരിച്ചടി അദ്ദേഹത്തിന് മന്ത്രിക്ക് ഉണ്ടാകുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. കാത്തിരുന്ന് കാണണം ഇനിയുള്ള എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ളത് എന്ന കാര്യത്തിൽ. ഏതായാലും തുടരന്വേഷണം വേണം, വിവാദ പ്രസംഗത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് കോടതി അസന്നിഗ്ധമായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സജിത്ത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സജിത്ത്, ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്, അദ്ദേഹമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. മന്ത്രിസ്ഥാനം തുടരാൻ അർഹതയില്ല എന്ന് നിയമവിദഗ്ധർ പറയുന്ന പശ്ചാത്തലത്തിൽ ധാർമ്മികത മുൻനിർത്തി മന്ത്രി രാജിവെക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതെ രഞ്ജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമായി മാറും. അല്പസമയത്തിനുള്ളിൽ എം.വി. ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന കാര്യം പ്രസക്തമാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ പദവിയിൽ വഹിക്കുന്ന ഒരു മന്ത്രി ഇത്തരമൊരു നിലപാട്, അദ്ദേഹം ഒരു അഴിമതി കേസിലല്ല, മറ്റെന്തെങ്കിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അദ്ദേഹത്തെ തന്നെ കുടുക്കിയെന്നതാണ്. പക്ഷേ ആ പ്രസ്താവന ഭരണഘടനാപരമായ വിഷയമായതിനാൽ തന്നെ, ഭരണഘടനയെക്കുറിച്ചുള്ള വിഷയമായതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര രൂക്ഷമായ ഒരു പരാമർശം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന സാഹചര്യം. അതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. എന്തായാലും അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ CPM നേതൃത്വം തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു നീക്കത്തിന് CPM തയ്യാറായേക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മന്ത്രി സജി ചെറിയാനെ സംരക്ഷിക്കുന്നത് വീണ്ടും കോടതിയുടെ തുടർ പരാമർശങ്ങൾക്കും അടക്കമുള്ള നീക്കങ്ങൾക്കും ഇടവെച്ചേക്കാം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമോ അദ്ദേഹം തുടരണമോ എന്ന കാര്യത്തിൽ കോടതി ഒരു പരാമർശം നടത്തിയിട്ടില്ല. പക്ഷേ അത്തരമൊരു പദവി വഹിക്കുന്നയാൾ എങ്ങനെ തുടരുമെന്ന ചോദ്യം ഉയരും. ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണത്തെ നേരിടുക എന്ന നിലപാട് സ്വീകരിച്ചാൽ അത് മുന്നണിക്കും സർക്കാരിനും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന പുതിയൊരു ആയുധമാകും. ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുക്കുമോ? ഇനി അതിനുമപ്പുറം അങ്ങനെ ഒരു നീക്കമായി മുന്നോട്ട് പോയാൽ ഇതിനിടയിൽ കോടതിയുടെ മറ്റു പരാമർശങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് നിർണായകമാകുന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനമാണ്. വളരെ ഗൗരവമുള്ള ആലോചനകൾ CPM കേന്ദ്രങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇത് സംബന്ധിച്ച സജി ചെറിയാന്റെ ആദ്യ പ്രതികരണം കൂടി ഉടൻ തന്നെ ഉണ്ടായേക്കും. ഭരണഘടനയെ ആക്ഷേപിച്ചു പ്രസംഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നുമായിരുന്നു സജി ചെറിയാന്റെ വിശദീകരണം. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണെന്നും അതാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായും തള്ളുകയാണ്. കുന്തവും കൊടച്ചക്രവും എന്ന പ്രയോഗം അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയെ ആക്ഷേപിക്കാൻ തന്നെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. നിയമകാര്യ ലേഖകൻ CN പ്രകാശ് തുടരുന്നുണ്ട്. പ്രകാശ്, കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് കോടതി ഗൗരവമായി ഈ വിഷയത്തെ ഏതൊക്കെ തരത്തിലാണ് സമീപിച്ചിരിക്കുന്നത്? നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സജി ചെറിയാന് തിരിച്ചടി നൽകുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഉത്തരവ്. പ്രധാനമായും മജിസ്ട്രേറ്റ് കോടതിയുടെ കണ്ടെത്തലും ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും മരവിപ്പിച്ചുകൊണ്ട് തുടരന്വേഷണത്തിന്, ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടിരിക്കുന്നു. സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പരാമർശത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപങ്ങളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ വിധി. സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രഥമദൃഷ്ട്യാ അവഹേളനമുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ഹർജിക്കാരന്റെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഹർജിക്കാരൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കൊടുച്ചക്രം എന്നെല്ലാം എഴുതി ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശം എന്നായിരുന്നു മന്ത്രിയായിരുന്ന സജി ചെറിയാന്റെ വിവാദമായിട്ടുള്ള പ്രസംഗം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏതായാലും സജി ചെറിയാന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിലപാട് അദ്ദേഹം എടുക്കണം, പാർട്ടി നിലപാട് സ്വീകരിക്കണം. മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.